ഇന്നലത്തെ ബാക്കി വീഡിയോ എടുക്കാൻ രാവിലെ തന്നെ വെച്ച് പിടിക്കാം കേട്ടോ. രാവിലെ അല്ല 11:30 അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ സമയം നോക്കി ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കാൻ പോവാണേ. കണ്ട ഇന്നലെ നമ്മൾ വെള്ളം കയറി നിന്നപ്പോഴാണ് ആ വീഡിയോ ഒന്ന് എടുത്തത്. ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്തൊരു സമയം, ഭയങ്കര ബ്യൂട്ടി. വാവ് കണ്ട. ഇനി ഈ കിടക്കണ ഈ കമ്പുകളെല്ലാം എടുത്ത് മാറ്റും. ഇപ്പം നിറച്ച് മീറ്ററിൻ്റെ ഫുഡൊക്കെ കൊടുത്ത് ഒരു മാസമായിട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന മീനുകളാണ് ഇതിനുള്ളിൽ. ഉണ്ട്. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. ഇതിന് ചുറ്റുമുള്ള പായലുകളൊക്കെ ആദ്യം എടുത്ത് മാറ്റും കേട്ടോ. പിന്നെയാണ് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുക. ഇത് ഈ ചുള്ളിക്കമ്പൊക്കെ എടുക്കുന്നതിന് മുന്നേ വല അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം തള്ളി വരുമ്പോൾ അത് അടിയിൽ നിന്ന് ഇങ്ങനെ ചെളിയിട്ട് അവിടെ നിന്ന് വിട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കുകയാണേ. ടൈറ്റാണോ നോക്കി പോകണം കേട്ടോ. കാണണേ കണ്ട നിറയെ ഓലകളും കമ്പുകളും കൊണ്ട് നിറച്ച് വെച്ചേക്ക് കേട്ടോ. ഒരു ഭാഗം ഫുള്ളായിട്ട് വെള്ളം ഇറക്കാൻ വന്നേക്കണേണ്. തെടിഞ്ഞേക്കണ കണ്ടോ അടി. രണ്ട് ചേട്ടന്മാരാട്ടോ അതിൽ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരു സൈഡിൽ നിന്ന് ചുള്ളിയൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു ഭാഗം മൊത്തമായിട്ട് ക്ലീൻ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വല അടുപ്പിച്ച് കൊണ്ടുവരും കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പുറത്തെ സൈഡിലേയും കൂടി എടുക്കുന്നത്. ചേട്ടാ അല്ലെങ്കിൽ രണ്ടാമത് ഇടുന്ന പുതിയ ചുള്ളിയൊക്കെ ആയിരിക്കും ഇനി ഇടുമ്പോ. ഇത് തന്നെ അല്ലേ മറ്റേ കറുകപ്പടി ഇട്ട കംപ്ലീറ്റ് ഇതായിരിക്കും അല്ലേ? എന്തായിരിക്കും? പാമ്പ് ഉണ്ടാവും. ഇന്നലെ പറഞ്ഞല്ലേ എന്താ കശ്മാവിന്റെ ഇട്ടാല്. ഇപ്പം നമുക്കിത് കാണുമ്പോൾ നല്ല സിമ്പിളായിട്ടാണ് ഒരു വലിച്ചു കയറ്റുന്നത്. പക്ഷെ ഇത് കുറച്ച് പാടൊക്കെയാണ്. ചിലതൊക്കെ നല്ല കനമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ ഇങ്ങനെ വലിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അത്യാവശ്യം. അങ്ങനെ ഒരു സൈഡ് മൊത്തം ഏകദേശം ഫിനിഷ് ചെയ്ത് തുടങ്ങി കേട്ടോ. രണ്ട് ഭാഗമായിട്ടാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ. കണ്ടോ കുറേ ഭാഗമായി ക്ലീനായി. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വെയിലിന്റെ ചൂടൊന്നും അറിയലില്ല. കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടോ ഭയങ്കര വെയിറ്റ് ആണ്. നല്ല മുട്ട കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ചൊക്കെ ആസ്വദിക്കാൻ വിചാരിച്ചിട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ സൈഡിൽ ഇരിപ്പായി. എന്തായാലും കൊള്ളാം, നല്ല രസം കിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നമ്മള് മീനെ പിടിച്ചു തുടങ്ങാണേ. വല അടിയിൽ നിന്ന് വിട്ടുപോകാതെ ഒരു ഭാഗത്തോട്ടേക്ക് തടുത്തുകൂട്ടി കൊണ്ടുവരിക കേട്ടോ. അടി വിട്ടുപോയാൽ അടി കൂടി മീനുകൾ ഓടി രക്ഷപ്പെടും. അപ്പോൾ അതിന് വേറെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തടുത്തുകൂട്ടി കൊണ്ടുവരികയാണ്. എന്നിട്ടാണ് പിടിച്ചിടുന്നത് കേട്ടോ ഇതിലോട്ട്. ഉണ്ടോ? ചെളിയായിക്കോല്ലോ മൊത്തം മഞ്ഞ അല്ലേ? മേഘ നോക്കിയാ അവിടെ ഉണ്ടോ? അതിന്റെ ബാക്കിലുണ്ടോ? അതില്ലേ അതെ ഇല്ല അവിടെ കിടക്കുന്നുണ്ട്. അത് കൂരിയ മറ്റൊന്നും ഇല്ലാത്ത അവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതിപ്പോ പിടിക്കും.
അത്രയും അടിയെ പിന്നെ വരാണ്ട് കേട്ടോ അവിടെ നിന്ന്. അതൊന്നും നമുക്കറിയില്ല. ഇതിൻ്റെ ടെക്നോളജി ഇപ്പോൾ വിദ്യാർത്ഥം വന്നപ്പോഴാണ് അറിയുന്നത്. അവിടെ 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 ചാടി വരണം. അവിടെ തന്നെ സൈഡിലോട്ട് കൊണ്ടുവന്ന് അയ്യടാ വലേ ഈ ചുള്ളികളൊന്നും കളയില്ല കേട്ടോ. ഇതൊക്കെ എടുത്ത് ഇപ്പുറത്തോട്ട് തന്നെ മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത പ്രാവശ്യം നൊരുമ്പിന് വേണ്ടി ഇടുന്ന സമയത്ത് ഇത് തന്നെയാണ് കേട്ടോ എടുത്തിടുക. ഇതിൻ്റെ അടിയിലും ഭയങ്കര ചപ്പും ചവറുവാണേ. അത് കുറേ കേട്ടോ ഇവരിങ്ങനെ വാരി വാരി അപ്പുറത്തോട്ട് കളഞ്ഞുകൊണ്ടിരിക്കണേ. ഇവിടെ പറഞ്ഞ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഇവർ ഒരു മാസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസമായിട്ട് ഇങ്ങനെ തീറ്റ കൊടുത്താണ് ഈ മീനുകൾ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ തക്കി നിർത്തുന്നത്. അതിന് ശേഷം ഏതെങ്കിലുമൊക്കെ വലക്കാരൊക്കെ വരുമ്പോൾ ഇതിലിതിരി മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ മീനുകളെല്ലാം അപ്പുറത്തോട്ട് ചാടും. ചാടുന്ന സമയത്ത് അവിടെ നിന്ന് വലയിട്ട് പിടിക്കും. അങ്ങനെ കുറേ എവിടെ നമ്മൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമല്ലോ. അതുപോലെ ഇതിനുള്ളൊരു ബുദ്ധിമുട്ടാണ് അത്. ചേട്ടാ അവിടെ ദില്ലി പറഞ്ഞ പോണേട്ടാ. ദില്ലി ചേട്ടാ പല പൊക്കിച്ച് അപ്പുറത്തെ അതല്ലേ രാജാപ്പന്റെ നാട് ഓടിക്കുന്നുണ്ട്. മണ്ണെണ്ണുണ്ടായിപ്പോയി. അതാ കറക്റ്റായിട്ട് ഒതുങ്ങി വന്നില്ലല്ലോ. മേഘജൻ മേഘജൻ ഞാൻ ഇന്നലെ ചേട്ടൻ വഞ്ചിന്ന് പല ഞാൻ മുറിച്ചില്ലേ അമരത്തിലെ മുറിച്ചു. ഈ ലനി അങ്ങോട്ട് പോരാ. ഞാൻ പറഞ്ഞു ചെമ്പനുണ്ടെന്ന് ഞാൻ പറഞ്ഞതേ. ഏയ് ചെമ്പനെ കേട്ടപ്പോ തന്നെ ഇവിടെ പറഞ്ഞു. രാജുവനെ സൗണ്ട് പാടില്ലല്ലേ. അത് കണ്ട
എടാ കാണിച്ചിട്ടുണ്ട് നമ്മ വളർന്നല്ല വളരുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാന്നൊക്കെ പറയും ആ എന്താ പോലമ്മ പിന്നെ അതിനെന്താ നമ്മ പറഞ്ഞു രാജു 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 വേണു കഥ പറയാൻ വേണുനാഗവല്ലിയാണാന്ന് പിടിക്കണം മീനെടുത്തതാ അല്ല മീനല്ലാണ്ട് പിടിക്കട്ടെ പിടിക്കാൻ ഇറങ്ങൂലേ ഇറങ്ങൂ ഇതല്ലേ മക്കളെ കേറി എന്താ പറയണത് അതവിടെ കിടക്കട്ടോ ഇതൊതുക്കല ആരോട് ഈ സാധനം തന്നെ വേറെ റേഞ്ചാണ് അണ്ണന്റെ വില പറയാൻ ആട് അടുപ്പിക്കാൻ ഒരു മിനിറ്റ് മോഡില്ല സൈഡിലോട്ടുള്ള ഷീറ്റ് പോലെ ഇടണേട്ടാ ഏയ് ഷീറ്റ് അതയച്ചോ അയച്ചോ മൊത്തം അയച്ചോ മൊത്തം മാറിക്കോ മാറിക്കോ ഞാൻ പുറത്തേക്ക് പോരുത് ഷീറ്റ് കൊടുത്തേ മതി ആട്ടൊക്കെ ചേട്ടു അയ്യോ അത് ഭയങ്കരനാണല്ലോ അത് ഭയങ്കരനാണല്ലോ ചെറുതല്ലേ ഗിഫ്റ്റ് മറ്റേ ചെമ്പനൊക്കെ ഉണ്ടായി ആമേ ഇതെന്താണ് വെള്ളം മതിയോ അങ്ങടി അടി നോക്കുന്നു വെള്ളത്തിലിട്ടിട്ട് നമുക്ക് വീട്ടിൽ ഫിഷ് ടാങ്ക് വളർത്താൻ പറ്റുമോ? അത് മറ്റേ എനിക്ക് ഒരു 2 പ്ലാസ്റ്റിക് നോക്കണോ എനിക്കറിയാം എടുത്തോ എടുത്തോ അതെ ആരും പിടങ്ങൂല ഏതാണ് ചെയ്തോ ആവശ്യത്തിനാണ് അത് വേണ്ട വെള്ളം ആദ്യം വെള്ളം കണ്ടിട്ട് ചെറുതാ മറ്റേ നച്ചറ ഫിഷ് ടാങ്ക് പ്ലാസ്റ്റിക് എന്തെങ്കിലും എടുത്തെങ്കിൽ അത് കുഴപ്പമില്ല നല്ല ഉടുപ്പൊക്കെ
പുതുമോനെ ഒരു 1.5 ഓടി അല്ലേ എന്റെ വീട്ടിൽ യൂട്യൂബ് ചാനലിന്റെ പേര് ഇന്നത്തെ പരിപാടിക്ക് കഴിഞ്ഞു, എല്ലാം ഫിനിഷ്. എൻ്റെ ഭാഗം ഫുള്ള് ക്ലീനായി, ചുള്ളികളൊക്കെ മാറ്റി. ഇനി എപ്പോഴെങ്കിലും എന്നല്ല, ഇനി അവരടുത്ത ചെയ്യുമ്പോൾ ഈ ചുള്ളികളൊക്കെ എടുത്ത് പിന്നെയും തിരിച്ചിവിടെ വയ്ക്കും. എന്നിട്ട് അതിന് 1-2 മാസം ഇങ്ങനെ തീറ്റ കൊടുക്കും. അപ്പോൾ ഈ ആ ഒരു ഫിഷുകൾ ഇവിടെ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതിന് ശേഷം പിന്നെ ഇതിൻ്റെ നിലാവും ഒക്കെ നോക്കി എന്തൊക്കെയോ കയറ്റം ഇറക്കം അങ്ങനെ സമയമൊക്കെ ഉണ്ട്. അതനുസരിച്ചാണ് ഇത് വിളവെടുക്കണത്. ആ പിടിക്കാം. എന്നാണ് 4-ാം തീയതി വൈകിട്ട് ഞാൻ വീട്ടിൽ വരുള്ളൂ കേട്ടോ. എന്താ കാര്യം അറിയോ, എനിക്ക് പണിയുണ്ടാവുമെന്ന്. ഉത്സവത്തിനാണോ? ഞാൻ വൈകിട്ട് വീട്ടിൽ വരും എന്തായാലും കേട്ടാ, കുഴപ്പമില്ല. അത് ശരി. അല്ല, ഉച്ചക്ക് നിങ്ങൾ പരിപാടി കഴിയില്ല, വൈകിട്ട് എത്തുള്ളൂ. കുഴപ്പമില്ല